ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മലയാളം ബിഗ് ബോസിലെ യെല്ലോ കാർഡ് അത്ര പരിചിതമായിട്ടുള്ള ഒന്നല്ല. യെല്ലോ കാർഡ് എന്താണെന്ന് വെച്ചാൽ ഒരു മുൻകരുതലാണെന്ന് വേണമെങ്കിൽ പറയാം. ബിഗ് ബോസ് ഹൗസിൽ കുറേ അധികം നിയമങ്ങളുണ്ട്. ഇതെല്ലാം പാലിക്കാനായിട്ട് അവിടെയുള്ള മത്സരാർത്ഥികളെല്ലാം ബാധ്യസ്ഥരാണ്. അതിൽ എന്തെങ്കിലും ഒരു നിയമത്തിന് ലംഘനം വരുമ്പോഴാണ് ഈ യെല്ലോ കാർഡ് യൂസ് ചെയ്യുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ജാതി, മതം, കമ്മ്യൂണിറ്റി എന്നിവയൊക്കെ കുറിച്ച് മോശമായ പരാമർശങ്ങൾ നടത്തുക, പിന്നെ പുറത്ത് നടക്കുന്ന ഗൗരവകരമായ കാര്യങ്ങൾ അകത്ത് ബിഗ് ബോസ് ഹൗസിൽ വന്ന് പറയുക, ഇതെല്ലാം ബിഗ് ബോസ് ഹൗസിലെ സീരിയസ് വയലേഷൻസ് ആണ്. ഇതുവരെ നമ്മുടെ മലയാളം ബിഗ് ബോസിൽ ഇത് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷേ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 6 മത്സരാർത്ഥികൾക്ക് അതും സാധിച്ചു എന്നുള്ളതാണ്. ഏറ്റവും കൂടുതലായിട്ട് ഈ യെല്ലോ കാർഡ് കിട്ടാൻ സാധ്യതയുള്ളത് നമ്മുടെ അഭിഷേക് ശ്രീകുമാറിനാണ്. പിന്നെ രണ്ടാമതായിട്ട് നമ്മുടെ സായി കൃഷ്ണയ്ക്കാണ്. ഈ യെല്ലോ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുകിൽ നല്ല വലിയൊരു പിഴ കൊടുക്കേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഹൗസിനെ പുറത്താക്കപ്പെടും. ഇനി യെല്ലോ കാർഡ് കഴിഞ്ഞാൽ അവസാനമുള്ളത് റെഡ് കാർഡാണ്. റെഡ് കാർഡിൽ പിന്നെ പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല. റെഡ് കാർഡ് കിട്ടിയാൽ പിന്നെ ബാഗ് എടുത്ത് പതുക്കെ ലാലേട്ടന്റെ അടുത്തോട്ട് പോകാം. പിന്നെ എല്ലാത്തിനും ഉപരിയായിട്ട് ആദ്യം തന്നെ ബിഗ് ബോസ് വാണിംഗ് കൊടുക്കും. ഈ യെല്ലോ കാർഡിനും റെഡ് കാർഡിനും ഒക്കെ മുമ്പേ തന്നെ നമ്മുടെ ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ നമ്മുടെ മത്സരാർത്ഥികൾക്ക് വാണിംഗ് കൊടുക്കും. അടുത്തതായിട്ട് നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ 6 ഏറ്റവും ചർച്ചാപരമായ വിഷയമാണ് ജാസ്മിൻ ഗബ്രി പ്രണയം. അതിനെപ്പറ്റി എന്തായാലും ഇന്ന് ലാലേട്ടൻ ചോദിക്കുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 കാണുന്ന പ്രേക്ഷകർക്ക് ഭയങ്കരമായ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കണ്ടന്റ് ആണ് നമ്മുടെ ജാസ്മിൻ ഗബ്രി പ്രണയം. നമ്മുടെ മത്സരാർത്ഥികൾക്ക് അവിടെ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കണമെങ്കിൽ നമ്മുടെ പ്രേക്ഷകരുടെ വോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജാസ്മിൻ ഗബ്രി വിഷയത്തിൽ അവരുടേത് പ്രണയമാണോ ഫ്രണ്ട്ഷിപ്പ് ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വളരെ അത്യാവശ്യമാണ്. അത് നമ്മുടെ പ്രേക്ഷകർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുകയും അവർക്ക് ഇവിടെ മത്സരാർത്ഥികളായി നിൽക്കാനും സാധിക്കുകയുള്ളൂ. ബിഗ് ബോസ് ഹൗസിന് പുറത്തുള്ള ജാസ്മിൻ ഗബ്രിയെ പറ്റി ആർക്കും ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ അതുപോലെയല്ല ഇതുപോലെ ഒരു റിയാലിറ്റി ഷോയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ജാസ്മിന്റെയും ഗബ്രിയുടെയും ഇത്തരത്തിലുള്ള കള്ളക്കളികളൊന്നും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ വ്യക്തമായ ധാരണ പ്രേക്ഷകർക്ക് ഇക്കാര്യത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആവണം ലാലേട്ടൻ ഇത് ഇന്ന് ചോദ്യം ചെയ്യേണ്ടി വരുന്നത്. അടുത്തതായിട്ട് നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 നല്ല ഒരു ഗുഡ് പ്ലെയർ ആയിട്ട് നമുക്ക് പറയാം DJ സിബിനെ. ഒരു ഗുഡ് പ്ലെയർ മാത്രമല്ല, നല്ല ഒരു എന്റർടൈനർ കൂടിയാണ് DJ സിബിൻ. അതിനെപ്പറ്റി പറയുമ്പോഴാണ് നമ്മുടെ ജാസ്മിന് സിബിനുമായിട്ട് ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന് സോറി പറയാനായിട്ട് സിബിൻ പോയപ്പോൾ ജാസ്മിന്റെ മുഖത്ത് ഭയങ്കര പുച്ഛഭാവമായിരുന്നു. ആ പുച്ഛഭാവം സിബിൻ അതുപോലെ ആക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതെന്തായാലും പ്രേക്ഷകർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അടുത്തതായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഗൗരവകരമായ വിഷയം നമ്മുടെ ജാസ്മിൻ ഗബ്രിക്ക് വോട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. ജാസ്മിൻ വോട്ട് ചെയ്തത് നമ്മുടെ അഭിഷേകിനാണ്. അത് ഗബ്രിക്ക് അറിയുമോ എന്നുള്ളത് നമുക്ക് അറിയത്തുമില്ല. ജാസ്മിൻ എന്തായാലും അത് ഗബ്രിയോട് പറയാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ ഇന്ന് ആർക്കൊക്കെയാണ് വോട്ട് ചെയ്തത് എന്നും ലാലേട്ടൻ റിവീൽ ചെയ്യും. അതോടുകൂടി പലരുടെയും ഗെയിം പ്ലാൻ പുറത്താകും, മനസ്സിലിരിപ്പും ഒക്കെ പുറത്താകും. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇനിയും അപ്ഡേറ്റ്സുകളുമായി ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എന്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി എന്നെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.